ഓക്കെ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയുടെ പ്രത്യേകത ഇത് EVS, സയൻസ്, സോഷ്യൽ എന്നിവ ഉൾപ്പെടുത്തിയാണ്. ഇതിൻ്റെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ കാറ്റഗറി 1-ൻ്റെ EVS ക്വസ്റ്റ്യൻസാണ്. ഇതിൻ്റെ ബാക്കി 5 ക്വസ്റ്റ്യൻ കാറ്റഗറി 2-ൻ്റെ സയൻസ് ക്വസ്റ്റ്യൻ, അവസാനത്തെ 5 ക്വസ്റ്റ്യൻ സോഷ്യലിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഇത് പൊതുവായിട്ട് പെഡഗോജി ചോദ്യങ്ങൾ, അതായത് ഇപ്പം ഒരു സോഷ്യൽ സയൻസിനും ഒക്കെ ഉപയോഗിക്കാവുന്ന പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ 1-2 വന്നിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളിലൂടെയും ഒന്ന് കടന്നു പോവുക. ഇനി കാറ്റഗറി 1-ൽ പെട്ടവർ 15 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. കാറ്റഗറി 2 സോഷ്യൽ മാത്രമുള്ളവർ ഇതിനകത്ത് പെഡഗോജി ചോദ്യങ്ങളെ തിരഞ്ഞെടുക്കുകയും അവസാനത്തെ 5 ചോദ്യങ്ങൾ നിർബന്ധപൂർവ്വം ചെയ്യണം. ഇനി കാറ്റഗറി 2-ൽ തന്നെ സയൻസ് ഉള്ളവർ ഇതിനകത്ത് ആദ്യത്തെ 5 ചോദ്യങ്ങളും ഇതിനകത്തും സയൻസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ 5 ചോദ്യങ്ങൾ എടുക്കുകയും പിന്നെ സയൻസിൻ്റെ ചോദ്യങ്ങൾ എടുക്കുകയും ചെയ്യണം. ഓക്കെ, വ്യക്തമായി എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൂര്യഗ്രഹണം സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ സഞ്ചരിക്കുന്നു. ബി, സൂര്യൻ ഭൂമിക്കും സൂര്യനുമിടയിൽ സഞ്ചരിക്കുന്നു. സി, പൂർണ്ണ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. ഡി, ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ സഞ്ചരിക്കുന്നു. അപ്പം ഏതാണ് ഇതിനകത്ത് സൂര്യഗ്രഹണം സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? പെട്ടെന്ന് പറഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞോളൂ, ഏതാ? അപ്പം അതായത് ഇതാണ്ട് സൂര്യനാണ്, ഭൂമിയാണ്, ഇതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രൻ വരും അല്ലേ? അപ്പം ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അപ്പം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം 2. ആഹാര സംഭരണവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക. ആഹാര സംഭരണവുമായി ബന്ധപ്പെട്ട കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക. എ, മരച്ചീനി, ബി, ഉരുളക്കിഴങ്ങ്, സി, ബീട്രൂട്ട്, ഡി, ക്യാരറ്റ്. ഏതാണ്? പെട്ടെന്ന് പറയൂ. ഓക്കെ, ഞാൻ ഉത്തരം പറയുകയാണ്. ബി, ഉരുളക്കിഴങ്ങാണ് കൂട്ടത്തിൽ പെടാത്തത്. എന്തുകൊണ്ട് ഉരുളക്കിഴങ്ങ് പെടുന്നില്ല? ബാക്കിയുള്ളവരെല്ലാം സംഭരണ വേരുകളാണ്. ഉരുളക്കിഴങ്ങ് ഭൂകാണ്ഡമാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തേതിനകത്താണ്. മൂന്നാമത്തെ ചോദ്യം. എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ഉറപ്പാക്കാനായി ടീച്ചർ നടത്തുന്ന വിലയിരുത്തലിനെ ഏത് വിഭാഗത്തിൽ പെടുത്താം? ഇത് കാറ്റഗറി 1, 2, 3 കാറ്റഗറി 1 15 ക്വസ്റ്റ്യനും നോക്കിയേ വെച്ചു. ഇനി 2 സോഷ്യലുകാരും സയൻസുകാരും ഈ ചോദ്യം നോക്കിയാൽ വെച്ചു. എല്ലാ കുട്ടികൾക്കും പഠന നേട്ടം ഉറപ്പാക്കാനായി ടീച്ചർ നടത്തുന്ന വിലയിരുത്തലിനെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും? പഠനത്തെ വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തിനായുള്ള വിലയിരുത്തൽ, ടൈം മൂല്യനിർണ്ണയം. അപ്പം എല്ലാ കുട്ടികൾക്കും പഠനനേട്ടം ഉറപ്പാക്കാനായി ടീച്ചർ നടത്തുന്ന വിലയിരുത്തൽ ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തലാണ് അല്ലേ? പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഉത്തരം സി ആണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പഠനനേട്ടം ഉറപ്പാക്കാനായി ടീച്ചർ നടത്തുന്ന വിലയിരുത്തലാണ് ഇത്. സി, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻഷൻ CC എന്ന് പറയും. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയും. അപ്പം അത് ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ ഇതിനകത്ത് വരും. ഓക്കെ, അടുത്തത്
നാലാമത്തെ ചോദ്യമാണ്. അടുത്ത നാലാമത്തെ ചോദ്യം. സസ്യകോശത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. വലിയ കണം, കോശഭിത്തി, റൈബോസോം, സെൻട്രോമിയർ. സസ്യകോശത്തിൻ്റെ സസ്യകോശത്തിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് എന്താണ്? ഇത്രയും മതി. സെൻട്രോമിയർ ആണ്. സെൻട്രോമിയർ എന്താണ്? സസ്യകോശത്തിൽ ഉൾപ്പെടുന്നതല്ല, അത് ജന്തുകോശത്തിൽ ഉൾപ്പെടുന്ന വിഭാഗമാണ്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ശുക്രൻ, ബുധൻ, ചൊവ്വ, ഭൂമി. അത് ഇത്രയും സമയം മതിയത്. ഏതാണ്? ബുധനാണ് സൂര്യനോട് ചേർന്ന് നിൽക്കുന്നത്. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. കാറ്റഗറി 1 നിർത്തിയിട്ട് പോകരുത്. കാറ്റഗറി 1 15 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. ആറാമത്തെ ചോദ്യം. ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിനായി ധാരാളം ആശയങ്ങൾ ഉരുത്തിരിയുവാൻ താഴെ പറയുന്നവയിൽ ഏത് തന്ത്രം ആണ് ഉപയോഗിക്കുന്നത്? ഇത് സോഷ്യൽ സയൻസ് കാറ്റഗറി 2 സോഷ്യൽ സയൻസുകാർക്കും സയൻസുകാർക്കും ഉപയോഗിക്കാവുന്ന ചോദ്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് കാറ്റഗറി 1 കാറ്റഗറി 1 15 ക്വസ്റ്റ്യൻ നോക്കണം. ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിനായി ധാരാളം ആശയങ്ങൾ ഉരുത്തിരിയുവാൻ താഴെ പറയുന്നവയിൽ ഏത് തന്ത്രം ഉപയോഗിക്കാം? ബ്രെയിൻ സ്റ്റോമിംഗ്, സംഘചർച്ച, പ്രോജക്റ്റ് പ്രവർത്തനം, ഉറക്കെ ചിന്തിക്കൽ. കേറ്റത്തിൻ്റെ ഉത്തര സൂചിക പ്രകാരം ഇതിൻ്റെ ഉത്തരം ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കേട്ടോ. ബ്രെയിൻ സ്റ്റോമിംഗ്. ഓക്കെ, അപ്പം അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്. ഒരു എവണൈറ്റ് ദണ്ടിനെ കമ്പിളിയിൽ ഉരസുമ്പോൾ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്ത് എവണൈറ്റിൽ നിന്ന് ഭൂമിയിലേക്ക്, എവണൈറ്റിൽ നിന്ന് കമ്പിളിയിലേക്ക്, കമ്പിളിയിൽ നിന്ന് ഭൂമിയിലേക്ക്, കമ്പിളിയിൽ നിന്ന് എവണൈറ്റിലേക്ക്. എവണൈറ്റിൽ കമ്പിളി ഉരയ്ക്കുമ്പോൾ വരുന്ന അത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സ്കൂൾ ടെസ്റ്റ് അല്ല, പുതിയ സ്കൂൾ ടെസ്റ്റ് അല്ല, പഴയ സ്കൂൾ ടെസ്റ്റിൽ കിടക്കുന്ന ഒരു പട്ടികയിൽ നിന്നോ മറ്റോ ചോദ്യം ചോദിച്ചാൽ തോന്നുന്നു, 6 7 മറ്റോ. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഉത്തരം പറയുകയാണ്. കമ്പിളിയിൽ നിന്ന് എവണൈറ്റിലേക്ക് എന്നാണ് നമ്മളുടെ ഉത്തര സൂചികയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്നത്. Cu, Na, Fe, Au. Cu എന്താ? Cu കോപ്പർ. Na എന്തുവാണ്? സോഡിയമാണ്. Fe അയൺ ആണ്. Au എന്താണ്? Au ഗോൾഡാണ്. എല്ലാവർക്കും അറിയാതിരിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ജലവുമായി തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹമേത്? അതേതാണ്? Na അല്ലെങ്കിൽ സോഡിയമാണ് ജലവുമായി കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ Cu എന്നുള്ള പേര് വരാൻ ഇപ്പോൾ കുപ്രം, Au, ഓറം അങ്ങനെയുള്ള പേരുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേടാ. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന പ്രധാന താപപ്രസരണ രീതി. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടത്തുന്ന പ്രധാനപ്പെട്ട പ്രസരണ രീതി. വികിരണം, സംവഹനം, വിസരണം, ചാലനം. ഓർക്കുക, വാതകങ്ങളിൽ മാത്രമല്ല പറഞ്ഞത്, ദ്രാവകത്തിലും വാതകത്തിലും കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
വരുന്ന ഉത്തരം ഏതാണ്? സംവഹനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ഭാരം. രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ഭാരം 1ൽ കുറവ്, 1ൽ കൂടുതൽ, 0, 1. 1ൽ കൂടുതൽ, 1ൽ കുറവ്, 0, 1. ഏതാണ് രണ്ടാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ഭാരം? രണ്ടാം വർഗ ഉത്തോലകമാകുമ്പോൾ അത് 1ൽ കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ് കേട്ടോ. താഴെ നൽകിയവയിൽ ഹരിതഭവന വാതകമേത്? നൈട്രജൻ, ആർഗൺ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഭവന വാതകം ഏത്? നൈട്രജൻ, ആർഗൺ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. 11ാമത്തെ ചോദ്യമാണ്. ഓർക്കുക, ഇത് ചോദിച്ചത് സോഷ്യലിനാണ്, പക്ഷേ ഇതൊരു സയൻസിൻ്റെ ചോദ്യമാണ്. ഓക്കെ, ഉത്തരം ഏതാടാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 12ാമത്തെ ചോദ്യം. ഭൗമ ഉപരിതലത്തിൽ സൂര്യതാപനം അസന്തുലിതമായി വിതരണം ചെയ്യപ്പെടുന്നതിനുള്ള കാരണം. മർദ്ദമേഖലകളുടെ സാന്നിധ്യം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. കാറ്റിൻ്റെ ദിശ. ഭൂമിയുടെ ഗോളാകൃതി. സൂര്യതാപം അസന്തുലിതമായി വിതരണം ചെയ്യപ്പെടുന്നതിനുള്ള കാരണം. പ്രധാനപ്പെട്ട ഉത്തരം മർദ്ദമേഖലകളുടെ സാന്നിധ്യമാണ്. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം. കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനായി ഒന്നിച്ച് സമാഹരിക്കുന്നതാണ്. എ. പോർട്ട്ഫോളിയോ, ബി. ആക്ഷൻ റിസർച്ച്, സി. ഉപാഖ്യാന രേഖ, ഡി. പ്രോജക്റ്റ്. കുട്ടിയുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിയാണല്ലേ, അതായത് കുട്ടി എന്തൊക്കെ ചെയ്തു എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിനായിട്ട് വരുന്ന ഏതാ? കുട്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്ന് വരുന്ന തെളിവ് ഏതാണ് ഇതിനകത്ത്? ഉത്തരം എ ആണ്. പോർട്ട്ഫോളിയോയാണ് കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനായി ഒന്നിച്ച് സമാഹരിക്കുന്ന രേഖ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 14ാമത്തെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയല്ലാത്ത ജോഡി. കാൺല തുറമുഖം ഗുജറാത്ത്, ഹർദിയ തുറമുഖം പശ്ചിമ ബംഗാൾ, വിശാഖപട്ടണം തുറമുഖം തെലങ്കാന, പാരദ്വീപ് തുറമുഖം ഒഡീഷ. 14ാമത്തെ ചോദ്യം. ഓക്കെ, ഇത്രയും സമയം മതി. വിശാഖപട്ടണം തെലങ്കാനയാണ് തെറ്റായിട്ടുള്ളത്. കാരണം എന്താ? നമ്മളുടെ സൗത്ത് സംസ്ഥാനങ്ങളിൽ കടലില്ലാത്ത ഏക സംസ്ഥാനം തെലങ്കാനയാണ്. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും തുറമുഖമുണ്ട്. ഓക്കെ, വിശാഖപട്ടണം നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ നൽകിയിട്ടുള്ള നദികളിൽ കേരള സംസ്ഥാനത്തിന് പുറത്ത് വൃഷ്ടിപ്രദേശം ഇല്ലാത്തത്. വളപട്ടണം നദി, ചാലക്കുടി നദി, പെരിയാറ്, പമ്പ നദി. ഇതിലേതാണ്? ഇതിനകത്ത് വളപട്ടണം നദിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.